ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈഗ. ഇന്ന് നമ്മൾക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഒരു ചീര കറി ഒഴിച്ചു കൂട്ടാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കൊച്ചുകുട്ടികൾ ആരും തന്നെ ചീര കഴിക്കാൻ ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ചോറിൽ ഒഴിച്ചു കൂട്ടാൻ പോലെ ചീര ഈ രീതിയിൽ വെച്ച് നമുക്ക് രസവും മോരും ഒക്കെ നമ്മൾ ഒഴിക്കുന്നത് പോലെ ഒഴിച്ചു കൂട്ടാനായി ചീര നമുക്ക് ഉപയോഗിക്കാം. അതിനിപ്പം ഞാൻ നമ്മുടെ തണ്ടുകീരയാണ് എടുത്തിട്ടുള്ളത്. തണ്ടുകീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി രണ്ടായിട്ടോ മൂന്നായിട്ടോ ജസ്റ്റ് ഒരു കട്ട് ചെയ്ത് പാത്രത്തിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് കുക്ക് ചെയ്യേണ്ട, കുറച്ച് വെള്ളം വെച്ച് കീരയുടെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ലൈറ്റായിട്ട് കുക്ക് ചെയ്യുക. പിന്നെ കീരയുടെ നിറം പോവാതിരിക്കണമെങ്കിൽ വേണമെങ്കിൽ ഒരു നുള്ള് പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കുക്ക് ചെയ്യാം. ഞാനിവിടെ പഞ്ചസാര ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാൻ കായപ്പൊടി മാത്രമാണ് ആഡ് ചെയ്യുന്നത്. ഒരുപാട് കീര തിളപ്പിക്കാൻ പാടില്ല. തിളപ്പിച്ചാൽ അതിൻ്റെ എല്ലാ പോഷകാംശങ്ങളും നഷ്ടമാകും. കീര വെന്തതിന് ശേഷം സ്റ്റൗ അണച്ച് വെച്ച് തണുക്കാൻ അനുവദിക്കുക. തണുത്തതിന് ശേഷം കീര മിക്സിയുടെ ജാറിലോട്ട് ആ ഇലകളെല്ലാം തന്നെ മാറ്റി കൊടുക്കുക. വേണമെങ്കിൽ ചെറിയ ചെറിയ ഇലകൾ മുഴുവനായിട്ട് ഉണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ഇടുക. ഇല്ല, നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ വേണമെന്നുണ്ട് എങ്കിൽ മുഴുവൻ ഇലകളും എടുത്ത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റുക. വെള്ളം കളയരുത്, വെള്ളം അവിടെ തന്നെ വച്ചേക്കുക. അതിൻ്റെ കൂടെ ഒരു അരമുറി അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണ് 2-3 ടേബിൾ സ്പൂണ് തേങ്ങ, പിന്നെ ഒരു എരിവനുസരിച്ച് ഒരു ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ്, കായപ്പൊടി, ഇത് ജീരകം, 1 ടീസ്പൂൺ ജീരകം, ഇത് ഇത്രയും ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കുക. നല്ല ഒരു ഫൈൻ ടെക്സ്ചറും നല്ലൊരു കളറും ആയിരിക്കും വരുന്നത്. ഈ അരച്ച പേസ്റ്റ് നമ്മൾ നേരത്തെ കീര കുക്ക് ചെയ്ത ആ വെള്ളത്തിലോട്ട് തന്നെ ചേർത്ത് കൊടുത്ത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല ഒരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി കിട്ടും. ഇത്രയും തിക്നെസ് വേണ്ട എങ്കിൽ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് കഴുകി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യുക. ഞാനിതിൽ എണ്ണയോ ഓയിലോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ ഇട്ട് താളിക്കുകയോ കോക്കനട്ട് ഓയിൽ മുകളിൽ ഒഴിച്ച് കൊടുക്കുകയോ ചെയ്യാം. പക്ഷേ ഞാൻ ഒന്നും തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. അല്പം ഒന്ന് ചൂടാക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കീര ഒഴിച്ച് കൂട്ടാൻ റെഡിയായി. ചോറിലൊഴിച്ച് നന്നായിട്ട് വിരകി നന്നായിട്ട് കഴിച്ചു നോക്കുക. നല്ല ഒരു ഒഴിച്ചു കൂട്ടാനായിരിക്കും ഇത്. താങ്ക് യു.